അർജന്റീന. അർജന്റീന എന്ന് പറയുമ്പോൾ ആരുടെ പേരാ ഓർമ്മ വരുന്നത്? മെസ്സി. ഓക്കെ, റൈറ്റ് ആൻസർ. Then go to next question. Question number 2. Anup G. Okay, yes. Next question. ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ കൗതുകമുള്ള പ്രായമാണ്, ചെറുപ്പക്കാരാണ് അല്ലെ. ചെറുപ്പത്തിൽ കോഴിമുട്ടയ്ക്ക് അടയിരുന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. ചെറുപ്പത്തിൽ കോഴിമുട്ടയ്ക്ക് അടയിരുന്നു. കോഴിമുട്ട വിരിയോ നോക്കാൻ വേണ്ടി, കോഴിമുട്ട വിരിയോ നോക്കാൻ വേണ്ടി കോഴിമുട്ടയിൽ ഇരുന്ന് കോഴിമുട്ട പൊട്ടി ഡ്രസ്സിലൊക്കെ കോഴിമുട്ടയുടെ സംഭവങ്ങളൊക്കെ ആയി അമ്മയുടെ അടി കിട്ടിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ നമ്പർ എ ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ നമ്പർ ബി ഗലീലിയോ ഗലീലി, ഓപ്ഷൻ നമ്പർ സി എഡിസൺ, ഓപ്ഷൻ നമ്പർ ഡി നിക്കോള ടെസ്ല. ഓക്കെ, ആൻസർ ഓപ്ഷൻ എഴുതിയാൽ മതി, എ ഓർ ബി ഓർ സി ഓർ ഡി. ഒരു അക്ഷരം മാത്രം എഴുതിയാൽ മതി, എ ഓർ ബി ഓർ സി ഓർ ഡി. എഴുതിയോ? തിരുത്തരുത്, സ്ട്രൈക്കരുത്. ആ പേര് എഴുതി. നോക്കണേ, ഞാൻ പറയാം. സി എഴുതിയവർക്കെല്ലാം മാർക്ക്, സി എഴുതിയവർക്ക് മാർക്ക്. എഡിസൺ ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് തെറ്റാണ്. ഓ, അതൊന്നും നടക്കില്ല. ആ ഓക്കെ, അപ്പോ എഡിസൺ ആണ് ചെറുപ്പത്തിൽ കോഴിമുട്ടയ്ക്ക് അടയിരുന്നത്. നിങ്ങളാണെങ്കിൽ ആരെങ്കിലും ഇരിക്കോ കോഴിമുട്ടയ്ക്ക് അടയിരിക്കോ? കോഴി എത്ര ദിവസം അടയിരിക്കാറുണ്ട് മുട്ട വിരിയാൻ? 21 അല്ലെ? അപ്പോ എഡിസൺ അങ്ങനെ ഇരുന്ന് നോക്കി. അപ്പോ ടീം എ കറക്റ്റ് ആൻസർ. ഈ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം, ഞാനിപ്പോ താമസിക്കുന്ന കണ്ണൂർ, നമ്മുടെ അടുത്ത ജില്ലയായ തൃശ്ശൂർ, നമ്മുടെ കുറച്ചപ്പുറത്തെ ജില്ലയായ കോഴിക്കോട്. ഏത് ജില്ലയിലാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? എ ബി സി ഡി. ഏതെങ്കിലും ഒരക്ഷരം എഴുതിയാൽ മതി. എഴുതിയില്ലേ? എഴുതിയോ? എവിടെ? ഇവിടെ ഉള്ളത് ഷാമിൽ എഴുതിയില്ലേ? വെരി ഗുഡ്. ഓക്കെ, പെൻ ഡൗൺ. ചേച്ചി ഒരക്ഷരം എഴുതാൻ എത്ര സമയം? ഓക്കെ, ഓപ്ഷൻ സി എഴുതിയവർക്കെല്ലാം 10 മാർക്ക്. തൃശ്ശൂർ. പിന്നെ സി, ഇയാൾക്ക് 10 മാർക്ക്. ഡിക്ക് 10. സി എഴുതിയില്ല, സി തെറ്റിപ്പോയി. വന്നിട്ടുണ്ട്. എൻ്റർ ബട്ടൺ ഉണ്ട്, അവിടെ ഷിഫ്റ്റ് ബട്ടൺ ഉണ്ട്, കൺട്രോൾ ബട്ടൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബട്ടൺ ഉണ്ട്. ഈ കോ പൈലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത് ഏത് കമ്പ്യൂട്ടർ കമ്പനിയുടെ